പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ആ രണ്ട് കന്യാസ്ത്രീകൾ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ രണ്ട് കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പാർലമെന്റിൽ ഇന്നും പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. NIA കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് UDF LDF MPമാർ പ്രതിഷേധിക്കും. ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ഹൈബി ഈഡൻ നോട്ടീസ് നൽകിയിരിക്കുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ശരത്ലാൽ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ഛത്തീസ്ഗഡിൽ നിന്ന് ചേരുകയാണ്. ശരത്ലാൽ, വളരെ പ്രധാനപ്പെട്ട രണ്ടാം ഘട്ട സമരം ആരംഭിക്കുകയാണ് എന്നുള്ളതാണ് സന്തോഷ് കുമാർ MP ഉൾപ്പെടെയുള്ള മലയാളി കേരളത്തിൽ നിന്നുള്ള MPമാർ പറയുന്നത്. ഇന്നിപ്പോൾ എപ്പോഴായിരിക്കും പ്രതിഷേധം ഉണ്ടാവുക? ബിൽപത്ത് ഇന്ന് രാവിലെ 10 മണിക്കാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തും എന്ന് കേരള MPമാർ സന്തോഷ് കുമാർ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹൈബി ഈഡൻ ഇന്ന് 4 പോയിന്റുകൾ ഉന്നയിച്ചുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് ലോക്സഭയിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് NIA FIR പിൻവലിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ അന്വേഷണത്തിന് കുറ്റക്കാരെ കണ്ടെത്തുക, അതുപോലെ ബജ്രംഗദളിനെതിരെ നടപടിയെടുക്കുക, ഈ 3 കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് നൽകിയിരിക്കുന്നത് അടിയന്തര പ്രമേയം. ഏതായാലും അടുത്ത ഘട്ട സമരം 10 മണിക്ക് പ്രഖ്യാപിക്കുമെന്നാണ് ഈ സന്തോഷ് കുമാർ MP നമ്മെ അറിയിച്ചത്. അത് കൂടി നമുക്ക് കണക്കിലെടുക്കുമ്പോൾ കേരള MPമാർ വളരെ UDF LDF MPമാർ വളരെ ശക്തമായ രീതിയിൽ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. ബിൽപോത്തൻ, ശരത്ലാൽ, ഒരു കാര്യം കൂടി, ഇന്നിപ്പോൾ വീണ്ടും പാർലമെന്റ് സമ്മേളനം പുനരാരംഭിക്കുകയാണ്. ഒരു ദിവസത്തെ അല്ലെങ്കിൽ 2 ദിവസത്തെ അവധിക്ക് ശേഷം വീണ്ടും സഭാ സമ്മേളനം പുനരാരംഭിക്കുമ്പോൾ മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം സഭയിൽ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമായി പ്രതിപക്ഷം ആകെ ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ടോ കേരള MPമാരുടെ പ്രതിഷേധത്തിനപ്പുറത്തേക്ക്? അക്കാര്യത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കേരള MPമാർ ഈ കന്യാസ്ത്രീകൾ മോചിതയായ ശേഷം ആദ്യമായിട്ടാണ് പാർലമെന്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കുന്നത്. പ്രധാനപ്പെട്ട വലിയ വിഷയങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ ശക്തമായ രീതിയിൽ ബജ്രംഗദളിനെതിരെ ശക്തമായ രീതിയിൽ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടക്കുന്ന അക്രമങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താനാണ് കേരള MPമാരുടെ നീക്കം. ഇതിലേക്ക് മറ്റ് ഇന്ത്യ ബ്ലോക്ക് കക്ഷികളുടെ MPമാരും അണിചേരുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. എന്നാൽ ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു സ്ഥിരീകരണം നമുക്ക് ലഭിച്ചില്ല. TMC അംഗങ്ങൾ നേരത്തെയൊക്കെ വെല്ലിൽ ഇറങ്ങിയിരുന്നു. ഇന്നത്തെ സ്ഥിതി എന്താവും എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തമായ ഒരു അറിയിപ്പോ അല്ലെങ്കിൽ സ്ഥിരീകരണമോ ലഭിച്ചിട്ടില്ല. എന്നാൽ കേരള MPമാർ ഇക്കാര്യം ചോദ്യോത്തര വേളയ്ക്ക് മുമ്പ് തന്നെ 11 മണിക്ക് തന്നെ ലോക്സഭയുടെ നടുത്തളത്തിൽ ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനു മുമ്പേ തന്നെ 10 മണിക്ക് രണ്ടാം ഘട്ട സമര പ്രഖ്യാപനം നടത്തുമെന്നാണ് CPIയുടെ MP സന്തോഷ് കുമാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ മറ്റു ഇന്ത്യ ബ്ലോക്ക് സഖ്യകക്ഷികളുടെ MPമാരെ കൂടി നടുത്തളത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ അത് രാജ്യത്ത് മുഴുവൻ അതൊരു ശ്രദ്ധാകേന്ദ്രമായ ഒരു പ്രശ്നമായി മാറും. പോത്തൻ, ശരി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും ഇന്ന് സഭയിൽ വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി പ്രതിപക്ഷം ഉന്നയിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ശരത്ലാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.